നമസ്കാരം, ഞാൻ ജയന്താണ്. കുടുംബശ്രീയും കുഞ്ഞാടും. ജാൻ ശ്രീനിവാസന്റെ പുതിയ ബിസിനസ് മൈൻഡിലുള്ള ഒരു ചിത്രമാണ് കുടുംബശ്രീയും കുഞ്ഞാടും. 2.5 മണിക്കൂർ. എടാ കാണടാ, എനിക്ക് കാണണ്ട, കാണടാ, എനിക്ക് കാണണ്ട. നീ കണ്ടിട്ട് പോയാൽ മതി. 2.5 മണിക്കൂർ നമ്മളിരുന്ന് കണ്ടിട്ട് പോയാൽ മതി. പക്ഷെ നമുക്ക് നീ കാണണ്ട എന്ന് തോന്നും. കാര്യം ഒരു ചെറിയൊരു സംഭവം ഇവർ വലിച്ചങ്ങ് നീട്ടുകയാണ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. കാര്യം നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബിസിനസ് മൈൻഡിലാണ് ഞാൻ ഒരു സിനിമക്ക് ജോയിൻ ചെയ്യുന്നത്. കഥയൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഇനിയും ഫ്ലാറ്റും കാറൊക്കെ വാങ്ങാനുണ്ട്. നിങ്ങൾക്ക് ഫ്ലാറ്റും കാറൊക്കെ വാങ്ങിയാൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ കാശൊന്നും നിങ്ങൾക്ക് കൊണ്ട് തരയല്ലേ. അതുകൂടെ ഒന്ന് ചിന്തിച്ചുകൂടെ. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ള ഒന്നും ഇല്ല ഈ ഒരു ചിത്രത്തിൽ. ഒരു രണ്ട് സ്ഥലത്ത് നടക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സന്ദർഭങ്ങൾ അങ്ങ് കണക്ട് ചെയ്ത് പടം പോകുന്നു. അവസാനം ഈ ഒരു സന്ദർഭത്തെ കൂട്ടിമുട്ടിക്കുന്നു. കുടുംബസ്ത്രീയും കുഞ്ഞാടും. കുടുംബത്തുള്ളൊരു സ്ത്രീ, ഓക്കെ. കുഞ്ഞാട് എന്ന് ഉദ്ദേശിച്ചത് ആരെന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ ആട്ടിനെയോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഈ ഒരു പടത്തിന് ഈ ഒരു പേര് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം പടത്തിൽ ഒരു കോമഡിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു പേരാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേര് നമുക്ക് സ്വാഭാവികം. പക്ഷെ കോമഡി എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും അവസാന ടൈമിൽ ഒരു ചെറിയൊരു കോമഡി. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, രേഷ്മ രാജൻ, ലിച്ചി, മണിയൻ പിള്ള രാജു, സലിം കുമാർ, കലാഭവൻ ഷാജോ, ഗിന്നസ് പക്രു, അങ്ങനെ ഒരുപാട് നമ്മുടെ ഒരു പണ്ടൊക്കെ ഒരു ചിത്രം കാണുമ്പോഴത്തേക്ക് ഉള്ള പഴയ പല പല ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹ ബാബു കരിക്കിലൂടെയൊക്കെ വന്ന പുള്ളിക്കാരിയാണ് ഇതിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത്. 2 നായികമാരാ ഇതിലുള്ളത്. പിന്നെ നമ്മുടെ രേഷ്മ രാജന്റെ കൂടെ പേരായിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പക്ഷെ പുള്ളി ഒരു ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിയെ കാണുന്നത്. പക്ഷെ പുള്ളി ഏതൊക്കെയോ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അധികം ഡീറ്റെയിൽ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. എന്തായാലും പുള്ളി ഒരു നല്ല രീതിക്ക് ഒരു ഗൾഫുകാരനെ അതിമനോഹരമായി പുള്ളി എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്ക് ഇനി പല പടങ്ങളിലും അവസരങ്ങൾ ലഭിക്കാം. പക്ഷെ നമ്മുടെ ലിച്ചി എന്തിനാണ് ഈ ഒരു പടത്തിൽ അഭിനയിച്ചത് എന്ന് എനിക്കറിയത്തില്ല. കാര്യം അവരുടെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെയും ഈ സ്നേഹബാബു പിന്നെയും കുഴപ്പമില്ല. ജാൻ ശ്രീനിവാസൻ സത്യം പറഞ്ഞ ഇതിനകത്ത് റോളില്ല. റോളുള്ളത് നമ്മുടെ ഈ ഒരു ഗൾഫുകാരൻ പുള്ളിക്കാ ഇതിനകത്ത് റോളുള്ളത്. പുള്ളി പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി പുള്ളി പ്രൊഡ്യൂസറോ വല്ലതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യം തൊട്ട് അവസാനം വരെയും പുള്ളി ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ പ്രേക്ഷകരെ കൊല്ലാതിരിക്കൂ, അത്രേ പറയുന്നുള്ളൂ. നമുക്കിപ്പോൾ അറിയാം, ബിസിനസ്സാണ്. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. കുറേ വ്യക്തികളുടെ ഒരു അധ്വാനമാണ്. പക്ഷെ 150 രൂപ കൊടുത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് 2.5 മണിക്കൂർ സന്തോഷത്തോടെ കണ്ടിറങ്ങി പോകാൻ പറ്റും. നമുക്കത് ആദ്യം തൊട്ട് കയറുമ്പോഴേ നമുക്ക് എപ്പോൾ തീരും ഇന്റർവെല്ലിലാവാത്ത എന്ത്, ആ ഒരു മൈൻഡിൽ ഒരു പടം ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല. പ്രേക്ഷകന് വേണ്ട എന്തൊക്കെയാണോ അതൊക്കെ കുത്തി നിറയ്ക്കാൻ എല്ലാം ഓക്കെയാണ്.